അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായി കേട്ടോ. ആ ഒരു കൊച്ചു മോള് എന്തോ വെള്ളം കുടിക്കാനോ ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് അയാളോട് കൈ കാണിച്ചത്, വാങ്ങിക്കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ അയാൾ ചെയ്തില്ല. ഭിക്ഷാടനം അതിൽ ഞാനും എതിരാണ്. ഭിക്ഷാടനം ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കരുത്. ഭിക്ഷ എടുക്കുന്നവർക്ക് ഇതേമാതിരി കൊച്ചു കുട്ടികളെയും വെച്ചിട്ട് പൈസ ചോദിച്ചിട്ട് വരുന്നവർക്കായിരിക്കും പൈസ കൊടുക്കാതിരിക്കണ ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുകയാണെങ്കിൽ പറ്റുന്ന വെച്ചെങ്കിൽ വാങ്ങിക്കൊടുക്കുക. ഒരു ചായ ആണെങ്കിൽ ഒരു ചായ, അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നതാണെങ്കിൽ വാങ്ങിക്കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അവരെ തട്ടി മാറ്റി പോകരുത്. പറ്റുന്നവർ വാങ്ങിക്കൊടുക്കുക. ഇത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായി കേട്ടോ. ആ ഒരു ഉമ്മാനെയും ആ മോളെയും കണ്ടപ്പോൾ ഒരുപാട് സങ്കടമായിപ്പോയി. പക്ഷെ അത് കണ്ടു നിന്ന ഒരു ആള്, ഇനിയിപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാനാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അവർ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഒന്നും നോക്കാതെ അവരെ കൂടെ അവർക്ക് വന്ന ഭക്ഷണം വാങ്ങിക്കൊടുത്തു, അവരെ കൂടെ അവിടെ ഇരുന്നു. പിന്നെ അതുമല്ല, അവർ പോയപ്പോൾ കുറച്ച് പൈസയും കൊടുത്തു. ആ ഉമ്മാൻ്റെ കുറേ അനുഗ്രഹങ്ങളും അവരെന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പറയുന്ന വാക്കുകളൊന്നും ആ വീഡിയോയിലില്ല കേട്ടോ. ഇതെടുത്തത് വേറെ ആരാ, എനിക്ക് വേറെ ഈ ടിക്ടോക്കിൽ നിന്ന് കിട്ടിയൊരു വീഡിയോ ആണ്. പക്ഷെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം എന്താ വെച്ചാൽ ആ മോള് എന്തോ കഴിക്കാൻ വാങ്ങിത്തരുമെന്നാണ് അയാളോട് ചോദിച്ചിരിക്കുന്നത്. അയാൾ പോകാനാണ് പറഞ്ഞത്. അയാളൊന്നും അങ്ങോട്ട് നോക്കിയതുമില്ല. അയാൾ തട്ടി മാറ്റിപ്പോയി. അതേതായാലും വളരെ മോശമായിപ്പോയി. അയാളൊരു എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ചായയെങ്കിലും വാങ്ങിക്കൊടുക്കായിരുന്നു. ആ ഒരു കൊച്ചു കുട്ടിയല്ലേ, കാശ് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇവരെ ഈ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് നമ്മളെ നാട്ടിൽ ഒരുപാട് ഭിക്ഷാടനം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പൈസ കൊടുക്കാതിരിക്കുക. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വരികയാണെങ്കിൽ അവരെ തട്ടി മാറ്റി കളയരുത്. അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക. അത് നല്ലൊരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കൂലി കിട്ടും. അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വെച്ചെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും ഒരു ചായയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന വെച്ചെങ്കിൽ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അവരുടെ ഒരു മനസ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് വളരെ സന്തോഷമായി പോകും. ഇപ്പോൾ അയാൾ ആ ഭക്ഷണം കൊടുത്തപ്പോൾ നോക്കുകയാണെങ്കിൽ അവരൊരു മനസ്സിൻ്റെ ഒരു സന്തോഷം, അതേമാതിരി ആ ഉടുപ്പ് കൊടുത്തതും ഡ്രസ്സ് കൊടുത്തതും ഒക്കെ കിട്ടിയപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു സന്തോഷം നോക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ ചെയ്യുക. പൈസ കൊടുക്കാതിരിക്കുക. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല. പൈസ ആർക്കും കൊടുക്കരുത്. പൈസ വാങ്ങിയിട്ട് ഒരുപാട് ദൂർത്തടിക്കണ, ഒരുപാട് കച്ചറ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഈ കൊച്ചു കുട്ടികളെ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിക്കാണ്ട് അവർ കള്ളടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടും നടക്കുന്ന കുറേ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആര് വരുമ്പോഴും പൈസ കൊടുക്കരുത്. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പോലുള്ള മക്കളാരെങ്കിലും വരികയാണെങ്കിൽ, പ്രായമായവർ വരികയാണെങ്കിൽ, അത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വെച്ച് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. അത് തട്ടി മാറ്റി കളയരുത്. അത് നല്ലൊരു കാര്യമാണ്. പൈസ മാത്രം കൊടുക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. ഇതേമാതിരി ഭിക്ഷാടന കുട്ടികളെ വെച്ചിട്ട് മാഫിയകൾ ഒരുപാടുണ്ട്. അതൊന്നും ഇപ്പോൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. പക്ഷേ ഇതുപോലുള്ള മക്കൾ വന്നിട്ട് ആരെങ്കിലും, അല്ലെങ്കിൽ പ്രായമായവരൊക്കെ വന്നിട്ട്, ഇപ്പോൾ നമ്മളൊക്കെ വല്ല ഹോട്ടലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ വല്ല തട്ടുകടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവർ അത് വാങ്ങിക്കൊടുക്കുക. കാരണം അവരെ മുന്നിൽ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാലും അവർക്ക് എത്ര സന്തോഷമാവുന്നില്ലത്. അത് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ മനസ്സിലാവും. അവരത് വാങ്ങിയിട്ട് അത് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അവരാ ചെറിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമുക്കൊരു വലിയൊരു സന്തോഷമാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ ചെയ്യുക, പറ്റുന്നവർ. പക്ഷേ ഇതേമാതിരി ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ കൈ തട്ടി മാറ്റിയിട്ടും അവരെ ഉന്തി മാറ്റിയിട്ടും തള്ളി മാറ്റിയിട്ടും ആരും പോകാതിരിക്കുക. പറ്റുന്ന വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു മിഠായിയെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വലിയൊരു കാര്യമാവും. അപ്പോൾ അതാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. ആ ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥനയും അതിൻ്റെ അനുഗ്രഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കൊടുത്ത ആൾക്ക് വലിയ സന്തോഷമായി, അത് കിട്ടിയ അവർക്കോ അതിലേറെ സന്തോഷമായി. അപ്പോൾ അതാണ് വേണ്ടത്. കുറേ പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്താ അതുകൊണ്ട് കാര്യം? കുറേ പൈസ ഉണ്ടായിട്ട് എന്താ ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് സഹായിക്കാനും പറ്റുന്നവർ ഒക്കെ സഹായിക്കുക. നമ്മളൊക്കെ വീടുകളിൽ കൂടി എത്ര ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അതും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെയാണെന്നുള്ളത് അതും കൂടി ചിന്തിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു, നമ്മളെ വീടുകളിൽ കൂടിയൊക്കെ ഭക്ഷണത്തിന് വാസി കുടിക്കുന്ന
ഓരോ കാര്യങ്ങൾക്കും വാശി പിടിക്കുന്ന മക്കളൊക്കെയാണ് ഈ വീഡിയോ കാണേണ്ടത് കേട്ടോ. അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ, ഭക്ഷണം വേസ്റ്റാക്കുന്നവരും ഭക്ഷണത്തിന് വാശി പിടിക്കുന്നതും, കുറച്ചൊക്കെ പ്രായം വന്ന് മനസ്സിലാകാൻ പ്രായമായ കുട്ടികളൊക്കെ അവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെയാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇത്രയും ഭക്ഷണത്തിനൊക്കെ കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മക്കളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ബൈ ബൈ. ഈ വീഡിയോ അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണം തോന്നിയതാണ് കേട്ടോ. കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ എന്നാൽ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരട്ടെ. ബൈ ബൈ.